ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നോക്കി എന്ത് ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ നമുക്കിത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കൊന്ന് ചെയ്യുന്നത് നോക്കിയാലോ. കാരണം ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ഫ്രെയിം ആവശ്യമുണ്ട്. ഞാൻ ഫ്രെയിം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം എന്താ പറയുക, നമുക്ക് ഹോഴ്സ് ഹെയർ ലേസ് ഇല്ലേ, ആ ഹോഴ്സ് ഹെയർ ലേസ് വെച്ച് പേസ്റ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് ആവശ്യമുണ്ട്. പിന്നെ ഹാഫ് കട്ട് ബീഡ്സ്, അത് സൈസ് നമ്മളുടെ ഇഷ്ടത്തിന് പല സൈസിലുണ്ട്. 2 mm, 6 mm, അങ്ങനെ 4 mm ഇതിൻ്റെയൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ 4 mm ആണ് എടുത്തിരിക്കുന്നത്. ഇനി ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ഒരു ഇതെന്ന് പറയുന്നത്, നമുക്ക് ഈ ഹോഴ്സ് ഹെയർ ലേസ് നമ്മുടെ ഫ്രെയിമിൽ പേസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അതൊന്ന് ജസ്റ്റ് വെക്കുക. ജസ്റ്റ് നമ്മൾ മടക്കരുത്, അതിനെ കൈകൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഹെയർ ബാൻഡ് ഒട്ടിച്ച് വയ്ക്കണം. നമ്മുടെ എൻഡ് ടേപ്പ് കൊണ്ട് ജസ്റ്റ് നന്നായി അത് കവർ ചെയ്യണം. നമ്മൾ ഹോഴ്സ് ഹെയർ ലേസ് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ കയ്യിലങ്ങ് നിൽക്കും. പക്ഷേ എന്താ പറയുക, അതിങ്ങനെ വിട്ടുവരെ ഒന്നും ചെയ്യത്തില്ല. അത് ഇതുപോലെ ഒന്ന് പിടിച്ച് പ്രസ് ചെയ്ത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും ആവശ്യത്തിനൊന്ന് അളവ് നോക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ബാലൻസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അടുത്ത സൈഡും കൂടെ എന്താ പറയുക ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. കാരണം അല്ലാതെ ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഒട്ടിച്ചിട്ട് പേസ്റ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒട്ടിച്ച് കഴിഞ്ഞ ശേഷം സെൻറ്ററിൽ നമ്മൾ ഗ്ലൂ ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. ഗ്ലൂ ഇങ്ങനെ കുറേശ്ശെ എന്ന് വെച്ചാൽ കുറച്ച്, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ പെട്ടെന്ന് പേസ്റ്റ് ചെയ്യുന്നതാണല്ലോ. ഫുള്ളായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പകുതിയിൽ കൂടുതലൊക്കെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സെൻറ്ററിൽ കൊടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അടുത്ത സൈഡിലും കൂടെ അങ്ങ് പേസ്റ്റ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ചെയ്തു വരും. പല കളറിലെ കട്ട് ബീഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഞാനിപ്പോൾ വൈറ്റ് മിങ്കാണ് എനിക്ക് കസ്റ്റമർ പറഞ്ഞത്. ഇത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ അതൊന്ന് ഒട്ടിച്ചു. അത് ആ സെൻറ്ററിൽ തന്നെ അത് വരാൻ നോക്കണം കേട്ടോ. നമ്മളിങ്ങനെ ഒട്ടിക്കുമ്പോൾ ബാക്കിയുള്ളതും കൂടെ എന്നിട്ട് ജസ്റ്റ് നന്നായിട്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കി ബാലൻസ് ഉള്ള ഉണ്ടല്ലോ, അതും കൂടെ ഇങ്ങനെ എന്ത് ചെയ്യുക, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആ എൻഡ് ടേപ്പ് കൊണ്ട് അതിൻ്റെ എഡ്ജ് ഒന്ന് കവർ ചെയ്യുക. കാരണം ഇത് എൻഡ് ടേപ്പ് നന്നായിട്ട് കവർ ചെയ്തില്ല എങ്കിൽ നമ്മളിത് കവർ ചെയ്യുമ്പോൾ ആ ഹോഴ്സ് ഹെയർ ലേസിൻ്റെ എഡ്ജില്ലേ, അത് പുറത്തേക്ക് നിൽക്കാതെ മാക്സിമം കവർ ആവാൻ നോക്കണം. അല്ലെങ്കിൽ അത് ഈ ചെവിയുടെ പുറകിൽ കുഞ്ഞുങ്ങൾക്ക് കുത്തുകൊള്ളും. ഇതുപോലെ ഒന്ന് അതിനെ പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക. ഓക്കെ, വളരെ സിമ്പിളായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ഇങ്ങനെ പുറകിലോട്ട് നിൽക്കുന്നതിനൊക്കെ അകത്താക്കി ജസ്റ്റ് ഒന്ന് കണ്ടില്ലേ, നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല ഇതായിട്ട് വരും. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഘട്ടം. നോക്കിയേ. അപ്പോൾ ഇനിയിപ്പോൾ ഫ്രെയിം നമ്മൾ റെഡി ആക്കി കഴിഞ്ഞു. ഇനി ഒന്നുമില്ല, ഇനി ജസ്റ്റ് നമുക്ക് കുറേശ്ശെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ബീഡ്സ് പേസ്റ്റ് ചെയ്യുക. കുറച്ച് സമയം എടുക്കും. കാരണം നമുക്ക് ഇത് കുറച്ച് വീതിയുള്ള ഹോഴ്സ് ഹെയർ ലേസാണ്. അപ്പോൾ ഇത് ഫുൾ ഇങ്ങനെ കവർ ചെയ്ത് ഇത്രയും ചെയ്യേണ്ടേ, അതിനുള്ള സമയം എടുക്കാറുള്ളൂ. അല്ലാതെ വേറെ ബുദ്ധിമുട്ടില്ല. നമുക്കിങ്ങനെ ബിഗിനേഴ്സിന് വരെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ അപ്ലൈ ചെയ്യുക. പിന്നെ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇങ്ങനെ പേസ്റ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക, കട്ട് ബീഡ്സ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ച് വരുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നല്ല ഗ്യാപ്പൊക്കെ വരാറുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ എന്താ പറയുക, ഗ്യാപ്പ് വന്നെന്ന് പറഞ്ഞത് വൃത്തിയേടോ ഒന്നുമല്ല. അതിൻ്റെ ഇടയിൽ നമുക്ക് സ്റ്റോൺ കൊടുക്കാം. അതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇങ്ങനെ കൊടുത്ത് അതിനെ ഫിനിഷ് ചെയ്യാം. ഭയങ്കര ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കണ്ടോ. നോക്കിയേ, ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇത് ഞാൻ പറഞ്ഞില്ല, ബിഗിനേഴ്സിന് വരെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇത് അറിഞ്ഞൂടാ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ വളരെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒട്ടിക്കുന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ആദ്യം ആ ഹോഴ്സ് ഹെയർ ലേസ് ജസ്റ്റ് സൈഡൊന്ന് കവർ ചെയ്യുക. അതിനുശേഷം ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഇതുപോലെ ഒന്ന് എടുത്ത് വയ്ക്കുക. ഇത് നിങ്ങൾ തന്നെ പറയും, ഇത്രയും എളുപ്പമുണ്ട്. ഇത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? വളരെ സിമ്പിളാണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് ഹെയർ ക്ലിപ്പ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് ജസ്റ്റ് ഇങ്ങനെ അടുത്ത് ഒട്ടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്ലൂ കുറവാണെങ്കിൽ വീണ്ടും അതിനൊന്ന് അപ്ലൈ ചെയ്യണം. ഇത് ഞാൻ കുറച്ചടുത്ത് വീണ്ടും കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും കട്ട് ബീഡ്സ് എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക, കുറച്ച് സമയം എടുത്ത് മെനക്കെട്ടിരിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ബാക്കി ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. ഇനി അവസാനം ഉള്ള പോർഷനും കൂടെ ഒന്ന് കവർ ചെയ്താൽ മാത്രം മതി. പിന്നെ എന്താ പറയുക, നോക്കിയില്ലേ, ഞാൻ കാണിക്കുന്നില്ലേ, ഇതിൻ്റെ ഇടയിൽ കണ്ടില്ലേ കുറച്ച് ഗ്യാപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഫ്ലവർ വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ കുറച്ച് ഗ്യാപ്പും ആ ഒരു ഇതിനും കൂടെ നോക്കിയിട്ടാണ് വെക്കുന്നത്. പിന്നെ ചിലപ്പോൾ നമുക്ക് ഗ്യാപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇനി അഥവാ നമുക്കൊരു ബീഡ്സൊക്കെ ഇളക്കിയിട്ട് അവിടെ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ അതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഈ സ്റ്റോൺ മാത്രമല്ല, ഞാൻ ക്ലിപ്പ് സ്റ്റോണൊക്കെയാണ് കൊടുക്കുന്നത്. ഈ ക്ലിപ്പ് സ്റ്റോൺ മാത്രമല്ല, സാധാ സ്റ്റോൺ കൊടുക്കാം, ഗോൾഡൻ ബീഡ്സ് ഒക്കെ കൊടുത്തിട്ട് പല രീതിയിൽ നമുക്കിത് പല വെറൈറ്റിയിൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ പല മോഡലിൽ നമുക്കിതിനെ സെൻറ്ററിലൊക്കെ ടൈ ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. കട്ട് ബീഡ്സൊക്കെ വെച്ചിട്ട് സ്റ്റോൺ ചെയിനൊക്കെ കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിതിൻ്റെ ഒത്തിരി വെറൈറ്റികൾ ചെയ്തിട്ടുണ്ട് ഹോഴ്സ് ഹെയർ ലേസ് വെച്ചിട്ടുള്ള. ഇനി അടുത്ത് കണ്ടില്ലേ, ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി.
അതത്രയും ഫിനിഷ് ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മളിതിങ്ങനെ ഫുൾ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കൂടുതലൊക്കെ വീഡിയോ പോകും കേട്ടോ. കാരണം ഇത് ഒട്ടിക്കുന്നതിന് ഒത്തിരി സമയം എടുക്കും അതിൻ്റെത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ് കാണിച്ചിട്ട് നിങ്ങളൊന്ന് അവസാനം കാണിച്ചത്. നോക്കിയേ, ഇതായിരുന്നു നമ്മളെ മെയിൻ ടാസ്ക്. ഇനിയുള്ളത് വളരെ സിമ്പിളാണ്. ഇനി എല്ലാം വേണ്ട ഇതുപോലെ ഗ്യാപ്പിൽ നമുക്ക് എന്ത് പറയുക, നമുക്ക് ഇതുപോലെ ആ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ, ഞാൻ അത്രയും വളരെ സൂം ചെയ്താണ് വീഡിയോ എടുത്തിരിക്കുന്നത്, കണ്ടില്ലേ, ഇതുപോലെ ഗ്യാപ്പ് കാണും. ഈ ഗ്യാപ്പിലേക്ക് നമ്മുടെ ക്ലിപ്പ് സ്റ്റോൺ, ഞാൻ ക്ലിപ്പ് സ്റ്റോൺ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. നമ്മുടെ വൈറ്റും എടുത്തിട്ടുണ്ട്, പിങ്കും എടുത്തിട്ടുണ്ട്. പിങ്കും വൈറ്റും പിങ്കുമാണ് എനിക്ക് കോമ്പിനേഷൻ തന്നത്. അപ്പോൾ സ്റ്റോൺ ഞാൻ അതുകൊണ്ട് അതിങ്ങനെ മിക്സ് ചെയ്ത് ഇതുപോലെ എടുക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് വെക്കുക, കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ താഴ്ന്ന് അവിടെ ഇരിക്കും, ഫിക്സ് ആയിരിക്കും. മനസ്സിലായോ? കണ്ടോ, ഇതുപോലെ ഒന്ന് ജസ്റ്റ് വെക്കുക. പിന്നെ കയ്യിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിങ്ങനെ ഇളകി വരും. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാവരും പറയുന്നത് നിങ്ങൾ വയ്ക്കുമ്പോൾ മാത്രം അങ്ങ് പ്രസ്സായിരിക്കും, നമ്മൾ വയ്ക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ഒട്ടി കിളവി അങ്ങനെ വരും കേട്ടോ. നമ്മൾ വയ്ക്കുമ്പോഴും അങ്ങനെ വരാറുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് കുറച്ചൊക്കെ കട്ട് ചെയ്തിട്ടില്ല. നമ്മളത് കട്ട് ചെയ്ത് മാറ്റുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ വയ്ക്കുമ്പോൾ ഇങ്ങനെ കയ്യിലൊക്കെ ഗമ്മുണ്ടെങ്കിൽ ഇളകി വരും. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ജസ്റ്റ് ഒന്നുമില്ലാതെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്പേസുകളിൽ നമ്മൾ വെച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ഒരേ ലെവലിൽ തന്നെ വരണമെന്നൊന്നുമില്ല. ഇത് ഒരു ഓൾട്ടറായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുത്താൽ ഫിനിഷ് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. കണ്ടോ, അത് ജസ്റ്റ് അല്ലെങ്കിൽ കയ്യിലിങ്ങനെ ഇളകി വരും, ഒന്ന് പ്രസ് ചെയ്യുക. ഇനി ഇത് ബാക്കി അത്രയും നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. അപ്പം ഞാനത് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. നോക്കിയേ, ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പിൽ മാത്രമാണ് അത് എന്താ പറയുക, നമുക്ക് ഇഷ്ടത്തിനുള്ള പല കളറിലെ ക്ലിപ്പ് സ്റ്റോൺ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ആ ഇഷ്ടത്തിനനുസരിച്ചുള്ളതൊക്കെ നമുക്കിങ്ങനെ കൊടുത്ത് മനോഹരമാക്കിയെടുക്കാം. നോക്കിയേ, വളരെ സിമ്പിളായിട്ട് കണ്ടില്ലേ. അങ്ങനെ ഫിക്സ് ചെയ്യുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് പക്ഷേ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് ജസ്റ്റ് വെച്ചിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് അങ്ങ് താഴ്ന്നിരിക്കും. കാരണം നമ്മളിപ്പോൾ ചെയ്തതല്ലേ ഉള്ളൂ. ഓക്കെ, ഇനി അവസാനം എന്ത് ചെയ്യുക, നമ്മൾ വെക്കുമ്പോൾ വീണ്ടും ഗ്യാപ്പുകളൊക്കെ വരുമെങ്കിൽ അവിടെ നമുക്ക് അവസാനം ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഇനി എടുത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫ്ലവർ കൊടുക്കണം. അപ്പം ഞാൻ അതിൻ്റെ ഇടയിലൊന്നൊരു എന്താ പറയുക, എനിക്ക് ഗ്യാപ്പ് കുറവാണെന്ന് തോന്നിയെടുത്ത് ഞാനൊരു ബീഡ്സ് ഇളക്കി മാറ്റി കേട്ടോ. ഓക്കെ, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ഗ്യാപ്പ് ഇല്ലാത്തടുത്ത് ഞാൻ എന്ത് ചെയ്ത് ആ ഒരു ബീഡ്സിന് അങ്ങ് ഇളക്കിയെടുത്തു. നമുക്കതിങ്ങനെ ഇളക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നമ്മൾ ഓൺ ദ സ്പോട്ടിൽ ചെയ്യുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, ആ വൈറ്റും പിങ്കും കോമ്പിനേഷൻ വന്നപ്പോൾ കണ്ടില്ലേ, വളരെ 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 ബ്യൂട്ടിഫുള്ളായിരുന്നു. ഇങ്ങനെ കാണുന്നതിനെക്കാട്ടിലും രസമാണ് കേട്ടോ. കാരണം ഞാൻ പുറത്തുനിന്നൊക്കെ വരിക, ശരിക്കും ആ ഭംഗിയാണ്. ഇത് കുട്ടികളുടെ തലയിലൊക്കെ വെക്കുമ്പോൾ നോക്കി എന്ത് ഭംഗിയായിരിക്കും, ഒന്ന് ആലോചിച്ച് നോക്കിയേ. വളരെ രസമാണ് കേട്ടോ. കാരണം ഒരുപാട് പേര് ഇത് കണ്ടിട്ട് ഒത്തിരി പേര് എനിക്ക് ഓർഡർ തരാറുണ്ട് കേട്ടോ. അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ്. നമുക്കത് കിട്ടുന്നതും നമുക്കത് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇതാണ്. പിന്നെ പൂർണ്ണമായിട്ടുള്ള എല്ലാ ഓർഡറും എനിക്ക് എടുക്കാൻ പറ്റാറില്ല. തീർച്ചയായിട്ടും എല്ലാവരും പറയും പോലെ, ചോദിക്കുന്നത് പോലെ ഉടനെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഫുള്ളായിട്ടത് സെല്ല് ചെയ്യാനായിട്ട്. അപ്പോൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഞാൻ. ഓക്കെ, ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്കും അറിയാമല്ലോ, ഇതിനി പല കളറിലുള്ളത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നമുക്കിപ്പം ഫ്ലവേഴ്സൊക്കെ അക്രാലിക് ഫ്ലവേഴ്സൊക്കെ പല കളറിലൊക്കെ അവൈലബിൾ ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഞാനിപ്പോൾ അതുപോലെയുള്ളതൊക്കെ, കാരണം ഈ ഫ്ലോറൽസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിമാൻഡുള്ള കാര്യമാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ. പ്രത്യേകിച്ച് എന്താ പറയുക, വളരെ സിമ്പിളായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഇനി വേണ്ട, ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഒരു ബീഡ്സ് ഇളക്കി മാറ്റിയിട്ട് നമുക്കവിടെ ഫിക്സ് ചെയ്യുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാനങ്ങനെ ഇളക്കി മാറ്റിയിട്ടൊക്കെയാണ് വെച്ചത്. ജസ്റ്റ് വേണ്ട, ഞാൻ ഇതുപോലെ എനിക്കൊന്ന് വെക്കണമായിരുന്നു. നോക്കിയപ്പോൾ കാരണം സ്റ്റാർട്ടിങ്ങിൽ എനിക്കൊരു കുറവ് പോലെ തോന്നി ഒരു സൈഡിൽ. അപ്പം ഞാനവിടെ ഒരു ബീഡ്സിനെ ഇതുപോലെ ഒന്ന് എടുത്ത് കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇളകി വന്നു. കാരണം ഞാൻ അപ്പം ചെയ്തതല്ലേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടില്ല. കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് ഇളക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് അതിൻ്റെ ഇടയിലേക്ക് വേണ്ട ഇതുപോലെ ഒന്ന് ഞാൻ ഫിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ. അത് കഴിഞ്ഞിട്ട് ഈ നമ്മളെല്ലാം ഒന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കണം ഇടയിൽ നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ. നമുക്ക് ഇനി സ്റ്റോൺസ് ഒക്കെ വെക്കണമെങ്കിൽ ലാസ്റ്റ് ഒരു ടച്ചപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ടച്ചപ്പ് ചെയ്യില്ലേ, അതുപോലെ നമുക്ക് അവസാനം എല്ലാം നല്ല രീതിയിലൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോൺസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് എല്ലാം പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ കട്ട് പീസ് ഒക്കെ പേസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യണം കേട്ടോ. ആദ്യമൊക്കെ നമ്മളൊന്ന് ഒട്ടിച്ചതിന് ശേഷം എല്ലാം പ്രസ് ചെയ്തൊക്കെ കൊടുക്കുക. അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്, വളരെ സിമ്പിളായിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എന്താ പറയുക, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വേറെ കളർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. പക്ഷേ ഗ്യാരണ്ടി ഈ ഫ്ലവർ വേറെ കളറില്ലായിരുന്നു കേട്ടോ, പ്ലെയിൻ വൈറ്റേ ഉള്ളായിരുന്നു. നോക്കി എന്ത് ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്കും ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ വളരെ സിമ്പിളായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.